Hi guys, welcome to today's newspaper session. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് പബ്ലിക് ഹെൽത്ത് ഇൻ ഇന്ത്യ സ്ട്രെയിൻഡ് ബൈ ഫ്ലോഡ് പോളിസി വീക്ക് ട്രെയിനിങ് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ എല്ലാ ന്യൂസിലും ചെയ്യുന്നത് പോലെ വി ലുക്ക് ഇൻ ടു ദ പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഓഫ് ദിസ് ടോപ്പിക്. പ്രിലിംസിൽ GS പേപ്പർ 1 വരുന്നതാണ്, വിച്ച് ഈസ് ദി ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, റൈറ്റ് ഇഷ്യൂസ് എക്സെട്ര. മെയിൻസിലാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 2 അണ്ടറിൽ വരുന്നതാണ്, വിച്ച് ഈസ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സോഷ്യൽ സെക്ടർ ഓഫ് സർവീസസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. So we'll look into the context of this particular news, which is the urban heat and climate crisis. In April 2025, Delhi recorded temperatures above 41 degrees Celsius with hot nights offering little relief. These extreme conditions are no longer outliers but part of a new deadly normal. And urban informal workers are the worst affected, facing serious health and livelihood threats. The Reserve Bank of India in 2024 warned that extreme heat could cause a 4.5% loss in India's GDP. Despite their essential roles, informal workers are largely excluded from heat action plans. സോ നമ്മൾ പറഞ്ഞത് ഈ കഴിഞ്ഞ ഏപ്രിലിൽ 2025 ഏപ്രിലിൽ ഡൽഹിയിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഹോട്ട് ക്ലൈമറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രാത്രിയിൽ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് 41 ഡിഗ്രി സെൽഷ്യസ് വരെ പോയി. ഓക്കെ, സോ ഓഫറിങ് നോ റിലീഫ്. ആൻഡ് അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഡൽഹിയിൽ ഇങ്ങനെ ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷൻ വരാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഒരുപാട് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, അത് നിങ്ങൾ ഓരോന്നായിട്ട് ജോഗ്രഫിയിൽ തന്നെ പഠിക്കും. ആൻഡ് എക്സാമ്പിളായിട്ട് ആ ഒരു കടലൊന്നും അവിടെ ഇല്ല. അപ്പോൾ കോണ്ടിനെൻറ്റാലിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ വേറെ തന്നെ ആയിട്ട് നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. ആൻഡ് അഡീഷണൽ ആയിട്ട് പിന്നെ അവിടുത്തെ ഒരു അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റും അതേപോലെ ഡീഫോറസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഇത് കൂട്ടുന്നുണ്ട്. ആൻഡ് സോ ദിസ് കൈൻഡ് ഓഫ് എക്സ്ട്രീം ഹീറ്റ് ഈസ് നൗ ഹാപ്പനിങ് മോർ ഓഫൺ ബിക്കോസ് ഓഫ്, നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഒരുപാട് ചേഞ്ചസ് ക്ലൈമറ്റിൽ വരുന്നുണ്ട്. ആൻഡ് വിച്ച് ഈസ് ബിക്കമിങ് ഡേഞ്ചറസ് ന്യൂ നോർമൽ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രശ്നം വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇൻഫോർമൽ ജോബ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയാലും അതേപോലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയാലും വേസ്റ്റ് പിക്കേഴ്സ് ആയാലും ദേ ആർ സഫറിങ് ദ മോസ്റ്റ്. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർ കൂടുതലും വർക്ക് ചെയ്യുന്നത് പുറത്താണ്. ആൻഡ് അവർക്ക് വളരെ ലോ വേജസേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദേ വിൽ ബി ഹാവിങ് ലോ പ്രൊട്ടക്ഷൻ. സോ ദ ഇൻറ്റൻസ് ഹീറ്റ് പുട്സ് ദെയർ ഹെൽത്ത് ആൻഡ് ഇൻകം അറ്റ് സീരിയസ് റിസ്ക്സ്. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാൺ ചെയ്തിരുന്നു, അതായത് എത്രയ്ക്ക് ഹീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ദിസ് കുഡ് എഫക്ട് ദി എക്കോണമി, ഇന്ത്യൻ എക്കോണമിയെ എഫക്റ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ആൻഡ് വിച്ച് വിൽ ബി, അതായത് 4.5% ഡിക്രീസ് വരെ GDP ഉണ്ടാവും എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞത്. ആൻഡ് ഈവൻ ദോ ദീസ് വർക്കേഴ്സ് പ്ലേ എസെൻഷ്യൽ റോൾസ് ഇൻ അവർ സിറ്റീസ്. ഇപ്പോൾ ഡൽഹി പോലെ അർബൻ സിറ്റീസിലൊക്കെ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ക്രൈസിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ റോള് അവിടെ വളരെ വലുതാണ്, പ്രത്യേകിച്ച് സിറ്റീസിൽ. സോ ദേ ആർ മോസ്റ്റ്ലി ലെഫ്റ്റ് ഔട്ട് ഓഫ് ഗവൺമെൻറ് പ്ലാൻസ് മീൻ ടു പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം എക്സ്ട്രീം ഹീറ്റ്. അതായത് ഒരുപാട് ഹീറ്റ് ആക്ഷൻ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ ആൾക്കാർക്കൊന്നും അത് എഫക്റ്റീവ് ആവുന്നില്ല എന്നതാണ് പ്രശ്നം. സോ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾ, ഈ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന എക്സാമ്പിൾ ഞാൻ ബ്രൗസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ഡൽഹി പോലത്തെ സിറ്റി വിസിറ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, അവിടെ ഏറ്റവും കൂടുതൽ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സും അതേപോലെ ഒരുപാട് റിക്ഷാസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ ഡൽഹി. സോ ഈ ഒരു ഡൽഹിയിലെ ഹീറ്റ് വേവ് ഉണ്ടായപ്പോൾ മെനി റിക്ഷ പുള്ളേഴ്സ് ആൻഡ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഹാവ് നോ ചോയ്സ്. അവർക്ക് എന്തായാലും വർക്ക് ചെയ്യണം, അവർക്ക് പുറത്ത് തന്നെ വർക്ക് ചെയ്യണമല്ലേ. അപ്പോൾ ഈ ഒരു 41 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ സഫർ ഫ്രം ഹീറ്റ് എക്സോഷനും അതേപോലെ ഡീഹൈഡ്രേഷനും ഈവൺ ഹീറ്റ് സ്ട്രോക്ക് വരെ അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഒരുപാട് പേര് കുഴഞ്ഞു വീണുണ്ടായിരുന്നു അവിടെ വർക്കിങ്ങിൻ്റെ ഇടയിൽ. ആൻഡ് വൈൽ അതേഴ്സ് ഹാവ് ടു സ്റ്റോപ്പ് വർക്കിംഗ് ആൻഡ് ലോസിങ് ഡെയിലി ഇൻകം ദേ ഡിപ്പെൻഡ് ഓൺ. രണ്ടാമത്തെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത് ഈ ഒരു അഹമ്മദാബാദിലുള്ള കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ ക്രൈസിസ് ആണ്. സോ അഹമ്മദാബാദ് പോലുള്ള സിറ്റിയിലൊക്കെ ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആർ ഓഫൺ സീൻ വർക്കിംഗ് അണ്ടർ ദി സ്കോച്ചിങ് സൺ വിതൗട്ട് പ്രോപ്പർ ഷെയ്ഡ്, വാട്ടർ ബ്രേക്സ് ഓർ സേഫ്റ്റി ഗിയേഴ്സ്.
പ്രത്യേകിച്ചൊരു ഇടവേളകളൊന്നും ഇല്ലാതെ, അതേപോലെ സേഫ്റ്റി ഗിയേഴ്സ് ഒന്നും ഇല്ലാതെ ആണ് അവർ വർക്ക് ചെയ്യുന്നത്. അവിടെ അഹമ്മദാബാദിൽ ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഈ ഒരു ഇൻഫോർമൽ വർക്കേഴ്സിനെ അത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. And they aren't aware of it or aren't covered by it, leaving them very vulnerable in cities like Ahmedabad. ആൻഡ് പിന്നെ നമുക്ക് പറയാനുള്ളത്, ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഈ ഒരു ഹൈദരാബാദിലൊക്കെ ഉള്ള വേസ്റ്റ് പിക്കേഴ്സിൻ്റെ കാര്യമാണ്. ആൻഡ് ഈ ഒരു വേസ്റ്റ് പിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഹു സോൾഡ് ഗാർബേജസ് ഔട്ട്ഡോർ ഫോർ എ ലിവിങ് ആൻഡ് ദേ ഫേസ് എക്സ്ട്രീം റിസ്ക് ഡ്യൂറിങ് ഹീറ്റ് വേവ്സ്. 2024 ഇവരിൽ ചിലർക്ക് ദേ ഹാവ് റിപ്പോർട്ടഡ് ബേൺസ് ഫ്രം ഹോട്ട് മെറ്റൽസ് ആൻഡ് പ്ലാസ്റ്റിക് ആൻഡ് മെനി ഡെവലപ്ഡ് heat related illness and all. So they usually live in slums, okay, and that also stay hot at night, giving no chance for recovery. സോ ഞാൻ 3 എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് നമ്മുടെ ഹൈദരാബാദിലുള്ള വേസ്റ്റ് പിക്കേഴ്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്തു, അതേപോലെ അഹമ്മദാബാദിലുള്ള കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ കാര്യം, പിന്നെ ഡൽഹിയിലുള്ള റിക്ഷ പുള്ളേഴ്സ് ആൻഡ് വെൻഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ. സോ ഈ എക്സാമ്പിൾസ് ഒക്കെ എന്താണ് കാണിക്കുന്നത്? ദേ ഷോ ദി അർബൺ ഹീറ്റ് ക്രൈസിസ് ഈസ് വെരി ഡേഞ്ചറസ് ആൻഡ് അതൊരു ഡെയിലി ഫിനോമിനനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് റിയാലിറ്റി, ഡേഞ്ചറസ് റിയാലിറ്റി ഫോർ മില്യൺസ് ഓഫ് ഇൻഫോർമൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യൻ സിറ്റീസ്. So now we'll look into some key challenges in current heat action plan. Okay. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിറ്റീസിൽ മെനി ഇന്ത്യൻ സിറ്റീസ് നൗ ഹാവ് ഹീറ്റ് ആക്ഷൻ പ്ലാൻ ടു ഹെൽപ്പ് ഡീൽ വിത്ത് റൈസിങ് ഹീറ്റ് വേവ്സ്, ഫോളോയിങ് എഫേർട്സ് ലൈക്ക് ദോസ് ഇൻ അഹമ്മദാബാദ് ആൻഡ് ഓൾ, വെച്ച് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു അല്ലേ. സോ ഈ ഒരു പ്ലാൻസ്, ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം എക്സ്ട്രീം ഹീറ്റ് അല്ലേ. ആൻഡ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അതോറിറ്റിയും കൂടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ സപ്പോർട്ട് ചെയ്യുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി കൂടിയിട്ടാണ്. ആൻഡ് ഇവിടെയുള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മോസ്റ്റ് ഓഫ് ദി ഹീറ്റ് ആക്ഷൻ പ്ലാൻസ് ദേ ആർ വെരി ബേസിക് ആൻഡ് അവർക്ക് ഫണ്ടിങ് ഒക്കെ വളരെ കുറവാണ്. ആൻഡ് അവരുടെ ദേ ആർ നോട്ട് വെൽ ഓർഗനൈസ്ഡ്. സോ നമ്മൾ ഇൻഫോർമൽ വർക്കേഴ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. അതിപ്പോൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും കൺസ്ട്രക്ഷൻ ലേബറേഴ്സ് ആണെന്നുണ്ടെങ്കിലും ദേ ആർ ഗ്രൂപ്പ് ബ്രോഡ്ലി അണ്ടർ ഔട്ട്ഡോർ വർക്കേഴ്സ് ആൻഡ് ദേ ആർ വെരി വൾണറബിൾ, ബട്ട് ദെയർ സ്പെസിഫിക് നീഡ്സ് ദേ ആർ നോട്ട് അഡ്രസ്ഡ്. ഓക്കെ, ഈ ഒരു ഇൻഫോർമൽ വർക്കേഴ്സിൻ്റെ അവർക്ക് എന്താണോ വേണ്ടത് അവരുടെ നീഡ്സ് ഒന്നും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. ദേ ആർ വൾണറബിൾ. ആൻഡ് ഈ നമ്മളിപ്പോൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും കൺസ്ട്രക്ഷൻ ലേബറേഴ്സ് ആണെന്നുണ്ടെങ്കിലും ദേ ആർ ബ്രോഡ്ലി ഗ്രൂപ്ഡ് അണ്ടർ ഔട്ട്ഡോർ വർക്കേഴ്സ് അല്ലേ, ഓർ വെരി വൾണറബിൾ, ബട്ട് ദെയർ സ്പെസിഫിക് നീഡ്സ് ആർ നോട്ട് ഗെറ്റിംഗ് അഡ്രസ്ഡ്. ആൻഡ് അതർ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള പ്ലാൻസ് ആണ്, ഫണ്ടിങ് ഒന്നും കിട്ടുന്നില്ല, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള മറ്റേ ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. സോ ദർ ആർ നോ ക്ലിയർ റൂൾസ് ഓർ സപ്പോർട്ട് സിസ്റ്റം ഫോർ മേക്കിംഗ് ഷുവർ ദാറ്റ് ദീസ് വർക്കേഴ്സ് ഗെറ്റ് അവർക്ക് കറക്റ്റ് സമയത്ത് ഒരു റെസ്റ്റോ കാര്യങ്ങളോ, അതായത് ഒരു ഷെയ്ഡോ അല്ലെങ്കിൽ കൂൾ റെസ്റ്റ് ഏരിയാസ് ഒന്നും കിട്ടുന്നില്ല. നല്ല പ്യുവറായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ചില സമയത്ത് അവർക്ക് കിട്ടുന്നില്ല. ആൻഡ് നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നുമല്ല. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയവർക്ക് അറിയാം, അവിടുത്തെ വളരെ ദയനീയമാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഹീറ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേഫ്റ്റി റൂൾസോ കാര്യങ്ങളോ പ്രിക്കോഷൻസ് ഒന്നും വലുതായിട്ട് കാണുന്നില്ല. ആൻഡ് അവർക്ക് ഇപ്പോൾ ഹീറ്റായി കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഒരു 41 ഡിഗ്രി സെൽഷ്യസിലൊക്കെ പുറത്ത് ഇതേപോലെ സ്ട്രീറ്റിൽ നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിക്ഷ ആൾക്കാരുടെ ഒക്കെ കാര്യം, ഇപ്പോഴും ഡൽഹിയിലൊക്കെ ചവിട്ടിക്കൊണ്ടു പോകുന്ന റിക്ഷാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർക്ക് അവരുടെ ജോലി നഷ്ടമാവും അല്ലേ. ഇപ്പോൾ സെൽഫായിട്ട് റിക്ഷ ഓടിക്കുന്നവരല്ലാണ്ട് അവർക്ക് വേറെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അണ്ടറിൽ ആ ഒരു ചൂടത്ത് വെയിലത്ത് ജോലി ചെയ്യേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി നഷ്ടമായി കഴിഞ്ഞാൽ ദേ വോണ്ട് ബി ഗെറ്റിംഗ് എനി കോമ്പൻസേഷൻ ആൻഡ് ഓൾ അല്ല, ഇഫ് ദ ലോസ് വർക്ക് ഡ്യൂ ടു ഹീറ്റ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, അർബൺ അഫയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം ദേ വർക്ക് സെപ്പറേറ്റ്ലി അല്ലേ, അവരെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ആൻഡ് വിത്തൗട്ട് ക്ലിയർ കോർഡിനേഷൻ. സോ ദിസ് മേക്സ് പ്രൊട്ടക്ഷൻ ഈവൺ അൺഈവൺ ആൻഡ് വെരി കൺഫ്യൂസിങ്. സോ ഈ ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ പോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി they often don't help the people who need them the most.
എസ്പെഷ്യലി നമ്മൾ പറഞ്ഞത് ഇൻഫോർമൽ വർക്കേഴ്സിൻ്റെ കാര്യമാണ്, ഹു ആർ ഓൺ ദ ഫ്രണ്ട് ലൈൻസ് ഓഫ് ദീസ് ഹീറ്റ് ക്രൈസിസ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലോബലിയും അതേപോലെ ഇന്ത്യയിലുള്ള കുറച്ച് ഗുഡ് പ്രാക്ടീസസ് ആണ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദി ഹീറ്റ് പ്ലാനിങ്. ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ 3 രാജ്യങ്ങളുടെ എക്സാമ്പിൾ ആയിരിക്കും, 3-4 രാജ്യങ്ങളുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒന്ന് കാലിഫോർണിയ ആണ്, കാലിഫോർണിയ ആൻഡ് ഒറിഗോൺ ഇൻ USA. സോ ഇവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ലോസ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു എംപ്ലോയർ വർക്കേഴ്സിന് കറക്റ്റ് ആ ഒരു ഹീറ്റ് കൂടുതലുള്ള ആ ഒരു സീസണിൽ ദേ നീഡ് ടു പ്രൊവൈഡ് ദോസ് വർക്കേഴ്സ് വിത്ത് നെസസറി വാട്ടർ, അതേപോലെ തന്നെ ഷെയ്ഡ്, റെസ്റ്റ് ബ്രേക്സ് ആൻഡ് ഹീറ്റ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് ഓൾ. ഇതെല്ലാം കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ ഒരു നിയമം ആ രാജ്യത്തുണ്ട്. The states have laws that requires employers to provide workers with water, shade, rest breaks and heat safety training. അതേപോലെ ഫ്രാൻസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹീറ്റ് വേവ്സിൻ്റെ ടൈമിൽ ഈ ഒരു ഗവൺമെൻറ് അലോസ്, അതായത് അവരുടെ ഈ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വർക്ക് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയും ആൻഡ് ദേ സെറ്റ് അപ്പ് പബ്ലിക് കൂളിംഗ് സ്പേസസ് ടു ഹെൽപ്പ് പീപ്പിൾ സ്റ്റേ സേഫ്. അതേപോലെ ഖത്തർ ആൻഡ് ഓസ്ട്രേലിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് കൺട്രീസ് ബാൻ ഓർ ലിമിറ്റ് ഔട്ട്ഡോർ വർക്കിംഗ് ഡ്യൂറിങ് ദ ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ ടു പ്രിവെൻറ്റ് ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ്. അല്ലേ, ഒരു ഖത്തറും ഓസ്ട്രേലിയയിലും ഒക്കെ ആ ഒരു ഔട്ട്ഡോർ വർക്കിംഗ് അവർ ബാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പരിധിക്ക് അവർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഡ്യൂറിങ് ദി ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ. നമ്മൾ മൂന്ന് ആൾക്കാരുടെ കാര്യം, 4 ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. ഒന്ന് ഖത്തർ ആൻഡ് ഓസ്ട്രേലിയയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഫ്രാൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ആൻഡ് വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് USA വിച്ച് ഇസ് കാലിഫോർണിയ ആൻഡ് ഒറിഗോൺ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ രാജ്യങ്ങളെയൊക്കെ നമ്മൾ മാതൃകയാക്കണം അല്ലേ, അതായത് അവരെങ്ങനെയാണ് ആ ഒരു ഇഷ്യൂ ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ളത്. ഇന്ത്യയിൽ ഇല്ല എന്നല്ല പറയുന്നത്. ഇന്ത്യയിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് അഹമ്മദാബാദിലുണ്ട്. അഹമ്മദാബാദ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ ടു ക്രിയേറ്റ് എ ഹീറ്റ് ആക്ഷൻ പ്ലാൻ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ്, അതായത് ചേഞ്ചിങ് വർക്കിംഗ് അവേഴ്സും അതേപോലെ വർക്കേഴ്സിനൊക്കെ ഷെയ്ഡഡ് റെസ്റ്റ് ഏരിയാസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് ആക്ഷൻ പ്ലാനും കാര്യങ്ങളൊക്കെ അഹമ്മദാബാദിലുണ്ട്. അതേപോലെ ഒഡീഷ വേറൊരു എക്സാമ്പിളാണ് കേട്ടോ. ഒഡീഷയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് സ്റ്റോപ്പ് ഔട്ട്ഡോർ വർക്കിംഗ് ഡ്യൂറിങ് പീക്ക് ഹീറ്റ് അവേഴ്സ് ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ്. എസ്പെഷ്യലി നമുക്കറിയാം സമ്മർ മന്ത്സിലൊക്കെ ഒഡീഷയിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു വളരെ പീക്കാണ് ആ ദിവസത്തെ ഹീറ്റ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഔട്ട്ഡോർ വർക്ക് ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം സ്റ്റേറ്റ് ഗവൺമെൻറ് ഒഡീഷയിൽ മെൻഷൻ ചെയ്തിരുന്നു, ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ് എസ്പെഷ്യലി ഇൻ സമ്മർ മന്ത്സ് ആൻഡ് ഓൾസോ. ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ എന്താണ് കാണിക്കുന്നത്? These examples shows that with the right rules and planning, government can reduce heat risk for workers. അല്ലേ, പ്രോപ്പറായിട്ട് റൂൾസും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്കേഴ്സിനുള്ള ആ ഒരു ഹീറ്റ് റിസ്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ ഒരു പരിധി വരെ തടയാൻ സാധിക്കും, എസ്പെഷ്യലി ദോസ് ഇൻ ഇൻഫോർമൽ ഓർ ഔട്ട്ഡോർ ജോബ്സ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് എ വർക്കർ സെൻട്രിക് റെസ്പോൺസ് ടു അർബൻ ഹീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി നമ്മൾ ഒരു ഇൻഫോർമൽ വർക്കേഴ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് വേസ്റ്റ് പിക്കേഴ്സ്. സോ ഇന്ത്യയുടെ ഈ ഒരു ഹീറ്റ് റെസ്പോൺസ് നീഡ് ടു ഫോക്കസ് ഡയറക്ട്ലി ഓൺ ദെയർ നീഡ്സ്. അല്ലെ, അവർക്ക് എന്താണോ വേണ്ടത് അതിന് ഫോക്കസ് ചെയ്ത് വേണം നമ്മുടെ റെസ്പോൺസ്, ഇന്ത്യയുടെ ആ ഒരു ഹീറ്റ് റെസ്പോൺസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അവരുടെ നീഡ്സിനനുസരിച്ചിട്ടാണ്. സോ അതിൽ നമുക്ക് ഒന്നാമത് നോക്കാനുള്ളത് വി ഷുഡ് അപ്ഡേറ്റ് ദി നാഷണൽ ഗൈഡ് ലൈൻസ് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതായത് NDMA ആണ് നമ്മുടെ രാജ്യത്തുള്ള ഒരു എപ്പെക്സ് ബോഡി അല്ലേ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇന്ത്യയിലൊക്കെ അവരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആൻഡ് ഇവിടെ NDMA ഷുഡ് ക്ലിയർലി ഇൻക്ലൂഡ് ഇൻഫോർമൽ വർക്കേഴ്സ് ഇൻ ഹീറ്റ് ആക്ഷൻ പ്ലാൻസ്. ഓക്കെ, സോ ആ ഒരു നാഷണൽ ഗൈഡ് ലൈൻസ് ഒക്കെ NDMA അപ്ഡേറ്റ് ചെയ്യണം ആൻഡ് ഷുഡ് ക്ലിയർലി ഇൻക്ലൂഡ് ഇൻഫോർമൽ വർക്കേഴ്സിന് ഹീറ്റ് ആക്ഷൻ പ്ലാൻസിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം. ആൻഡ് അവർ പിന്നെ നോക്കേണ്ടത് ഏതൊക്കെ ജോലികളാണ് ഏറ്റവും കൂടുതൽ റിസ്ക്, അതേപോലെ ഏറ്റവും കൂടുതൽ വർക്കിംഗ് അവേഴ്സ്, അപ്പോൾ സണ്ണുമായിട്ട് എക്സ്പോഷർ ഉള്ള ഒരുപാട് ജോബ്സ് ഉണ്ട്. സോ ഈ ഒരു ലോങ് സൺ എക്സ്പോഷർ ജോബ്സും അതേപോലെ തന്നെ ഫിസിക്കൽ ലേബറും കൂടുതലുള്ളത് ഏതൊക്കെ ജോബ്സിനാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ ഇവർ സെറ്റ് ചെയ്യണം. ഓക്കെ,
പിന്നെ നോക്കാനുള്ളത് വർക്കേഴ്സിൻ്റെ പ്രശ്നം വർക്കേഴ്സിന് തന്നെ അറിയുള്ളൂ അല്ലേ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ടുള്ള പ്ലാൻ സെറ്റ് ചെയ്യാൻ അവരുടെ റെക്കമെൻഡേഷൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് യൂണിയൻസിൻ്റെയും അതേപോലെ വർക്കർ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ വളരെ ആവശ്യമാണ്. So, unions and worker groups should help design heat action plans so real life needs are understood and addressed. Okay. നെക്സ്റ്റ് ഒരു കൂളിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിറ്റീസ്, അതായത് നല്ല ചൂടുള്ള സിറ്റീസ്, ഇപ്പോൾ ഡൽഹിയുടെ ഒക്കെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി പോലെയുള്ള സിറ്റീസ് ദേ ഷുഡ് ബിൽഡ് ഷെയ്ഡഡ് റെസ്റ്റ് ഏരിയാസ് ഉണ്ടാക്കുക. അതേപോലെ വാട്ടർ സ്റ്റേഷൻസ് ഉണ്ടാക്കാം. പിന്നെ ഈ ഒരു കൂളിംഗ് സെൻറ്റേഴ്സ്, കമ്മ്യൂണിറ്റി കൂളിംഗ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ടു ക്രിയേറ്റ് കൂളിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് മൂന്നാമത്തെ പോയിന്റ്. സോ ഈ ഒരു ക്രൗഡഡ് ഏരിയാസിൽ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി കൂളിംഗ് സെൻറ്റേഴ്സും വാട്ടർ സ്റ്റേഷൻസും റെസ്റ്റ് ഏരിയാസും ഒക്കെ, ഷെയ്ഡഡ് റെസ്റ്റ് ഏരിയാസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ ഒരു ഹീറ്റ് റിസ്ക് ഏരിയാസിൽ വർക്കേഴ്സിന് അത് ഉപകാരപ്രദമായിരിക്കും അല്ലേ. പിന്നെ ഫണ്ടാണ്, ഫണ്ട് ലോക്കൽ സൊല്യൂഷൻസ്, അതായത് ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകളുണ്ട് അല്ലേ, CSR ഫണ്ട്സ് ഉണ്ട്. അതേപോലെ സിറ്റി ബജറ്റിലൊക്കെ ഈ ഒരു മെഷർ ദേ ഷുഡ് സപ്പോർട്ട് ദീസ് മെഷേഴ്സ്. ആൻഡ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അതായത് ഈ ഒരു എക്സ്ട്രീം ഹീറ്റ് കൊണ്ടുണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ നോക്കുക. സോ വി ഷുഡ് എക്സ്പാൻഡ് ദി ഹെൽത്ത് ഇൻഷുറൻസ് ടു കവർ ഇൽനെസ് കോസ്ഡ് ബൈ എക്സ്ട്രീം ഹീറ്റ്. പിന്നെ ബിൽഡ് കൂളർ സിറ്റീസ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു റൂഫൊക്കെ കൂൾ റൂഫ്സ് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അത് ദേ വിൽ റിഫ്ലക്ട് സൺലൈറ്റ് ബാക്ക്, വിച്ച് റിഫ്ലക്ട് സൺലൈറ്റ് ആൻഡ് ഷെയ്ഡഡ് വാക്ക് വേസും അതേപോലെ നാച്ചുറൽ വെന്റിലേഷൻ ബിൽഡിങ്സിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ this will reduce heat buildup to an extent. So together these steps would create safer, healthier cities where workers can survive and thrive even in extreme heat. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലോട്ട് പോവാം. ആൻഡ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി സ്ട്രക്ചറൽ ആൻഡ് ഗവേണൻസ് റിഫോംസ് നീഡഡ്. സോ അവിടെ നമുക്ക് പറയാനുള്ളത്, ഒന്ന്, മേക്ക് ഹീറ്റ് റെസീലിയൻസ് പാർട്ട് ഓഫ് സിറ്റി പ്ലാനിങ് എന്നുള്ളതാണ്. സോ ഈ ഒരു സിറ്റീസ് ഷുഡ് ഇൻക്ലൂഡ് ഹീറ്റ് പ്രൊട്ടക്ഷൻ ഇൻ മാസ്റ്റർ പ്ലാൻസ്, ബിൽഡിംഗ് റൂൾസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻസ്. ഓക്കെ, ഈ ഒരു സിറ്റി മാസ്റ്റർ പ്ലാൻസിൽ ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ ബിൽഡിംഗ് റൂൾസും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻസൊക്കെ പ്ലാൻസിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ തന്നെ അർബൺ ഫോറസ്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, അതേപോലെ വാട്ടർ ബോഡീസ് മാക്സിമം റീസ്റ്റോർ ചെയ്യുക, അതിനെ നശിപ്പിക്കാതിരിക്കുക. ആൻഡ് വി ക്യാൻ ക്രിയേറ്റ് പബ്ലിക് റെസ്റ്റ് സോൺസ്, ദീസ് കൂൾ സിറ്റീസ് നാച്ചുറലി, ദീസ് തിങ്സ്, അതായത് പബ്ലിക് റെസ്റ്റ് സോൺസും വാട്ടർ ബോഡീസും അർബൺ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ സിറ്റി കൂൾ ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻസും ബിൽഡിംഗ് റൂൾസും മാസ്റ്റർ പ്ലാൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹീറ്റിൽ നിന്നും ആൾക്കാരെ രക്ഷിക്കാൻ പറ്റും. ഓക്കെ, പൂർണ്ണമായിട്ട് രക്ഷിക്കുകയല്ല, എന്നാലും ഒരു പരിധിവരെ അത് കുറയ്ക്കാൻ പറ്റും അതിൻ്റെ ഇമ്പാക്റ്റ്. സോ മേക്ക് ഹീറ്റ് റെസീലിയൻസ് പാർട്ട് ഓഫ് സിറ്റി പ്ലാനിങ്. പിന്നൊന്ന് അപ്ഗ്രേഡ് ഇൻഫോർമൽ വർക്ക് സ്പേസ്. അതായത് വി ഷുഡ് ഇംപ്രൂവ് ദ ഡിസൈൻ ഓഫ് പ്ലേസസ് വെർ ഇൻഫോർമൽ വർക്കേഴ്സ് ഓപ്പറേറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് വെൻഡേഴ്സും ഈ റിക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ളത് മാർക്കറ്റുകളിലൊക്കെയാണ് അല്ലേ. അതേപോലെ ഈ ഒരു റോഡ് സൈഡ് സ്റ്റോൾസൊക്കെ. സോ ഇവരെയൊക്കെ ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഹീറ്റിൽ നിന്ന് ഇവരെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഇംപ്രൂവ് ദ ഡിസൈൻ ഓഫ് പ്ലേസസ് അല്ലെ, വെർ ഇൻഫോർമൽ വർക്കേഴ്സ് ഓപ്പറേറ്റ് ലൈക്ക് മാർക്കറ്റ്സ് ഓർ റോഡ് സൈഡ് സ്റ്റോൾസ് ആൻഡ് ഓൾ. നെക്സ്റ്റ്, വി ഹാവ് ടു ബിൽഡ് സ്ട്രോങ്ങർ ഗവേണൻസ്. അപ്പോൾ ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സിനെയൊക്കെ സെറ്റപ്പ് ചെയ്ത് ആ ഒരു ഡിഫറെൻറ്റ് മിനിസ്ട്രീസിൽ, അതിപ്പോൾ ലേബറിലായാലും ഹെൽത്തിലാണെങ്കിലും എൻവിയോൺമെൻ്റ് ആണെങ്കിലും അർബൺ അഫെയർസിലൊക്കെ ഡിഫറെൻറ്റ് മിനിസ്ട്രീസിനെയൊക്കെ കണക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സോ വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. സോ പിന്നെ നമ്മൾ നോക്കിയത് ബിൽഡ് സ്ട്രോങ്ങർ ഗവർണൻസ് ആണ്. നെക്സ്റ്റ് വി വിൽ ലുക്ക് ഓൺ ടു ദി അപ്പോയിൻറ്റ് ഹീറ്റ് ഓഫീസേഴ്സ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ഹീറ്റ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. എല്ലാ സിറ്റിയിലും ജില്ലയിലും
We should have a dedicated heat officer to manage and coordinate local heat responses like early warning signals കൊടുക്കാനും റസ്റ്റ് സോൺസ് സെറ്റ് ചെയ്യാനും എമർജൻസി കെയർ സെറ്റ് ചെയ്യാനൊക്കെ ഒരു ഹീറ്റ് ഓഫീസറിനെ വയ്ക്കുക. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, മേക്ക് ഹീറ്റ് റെസീലിയൻസ് പാർട്ട് ഓഫ് സിറ്റി പ്ലാനിങ്. അപ്പോൾ സിറ്റീസിലൊക്കെ അവരുടെ മാസ്റ്റർ പ്ലാനിൽ ഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് ബിൽഡ് ചെയ്യുക, ആൻഡ് അർബൻ ഫോറസ്റ്റ് സെറ്റ് ചെയ്യുക, വാട്ടർ ബോഡീസ് റീസ്റ്റോർ ചെയ്യുക, അതേപോലെ പബ്ലിക് റെസ്റ്റ് സോൺസ് ഉണ്ടാക്കുക. ആൻഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ട്രീറ്റുകളിലൊക്കെ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ആൾക്കാരെ കുറച്ചും കൂടി ഹീറ്റിൽ നിന്ന് സേഫ് ആക്കുക, വിച്ച് ഈസ് അപ്ഗ്രേഡ് ഇൻഫോർമൽ വർക്ക് സ്പേസ് ആൻഡ് ബിൽഡ് സ്ട്രോങ്ങർ ഗവർണൻസ്. നാഷണൽ ടാസ്ക് ഫോഴ്സ് വഴിയൊക്കെ ഡിഫറെൻറ്റ് മിനിസ്ട്രീസിൽ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ആൾക്കാരുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക. ആൻഡ് അപ്പോയിൻറ്റ് ഹീറ്റ് ഓഫീസേഴ്സ്, എല്ലാ ജില്ലയിലും ഒരു ഹീറ്റ് ഓഫീസർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. സോ ദീസ് റിഫോംസ് എയിം ടു ക്രിയേറ്റ് ലോങ് ടേം സിറ്റി വൈഡ് ചേഞ്ചസ് ദാറ്റ് പ്രൊട്ടക്ട് പീപ്പിൾ, എസ്പെഷ്യലി വൾണറബിൾ വർക്കേഴ്സ് ഫ്രം ദ ഗ്രോയിങ് റിസ്ക് ഓഫ് എക്സ്ട്രീം ഹീറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നാളെ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.